നിങ്ങളിത് കേൾക്കുന്നത് ഒരു കാരണം കൊണ്ടാണ്. യാദൃച്ഛികമായി ഒന്നും സംഭവിക്കുന്നില്ല. ഈ വീഡിയോ നിങ്ങളെ തേടി വന്നതാണ്. നിങ്ങൾ പലതവണ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. എന്നാൽ അതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നില്ലെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. മാനിഫെസ്റ്റേഷൻ ശരിക്കും നടക്കുമോ എന്ന സംശയം നിങ്ങളെ അലട്ടുന്നുണ്ടാവും. ചിലർക്കത് നടക്കുന്നു, ചിലർക്കത് നടക്കില്ല. എന്തുകൊണ്ട്? ഇവിടെ തന്നെയാണ് സത്യം തുടങ്ങുന്നത്. മാനിഫെസ്റ്റേഷൻ ഒരു മാജിക്കല്ല. ഇതൊരു മന്ത്രവാദവുമല്ല. കണ്ണടച്ച് ചിന്തിച്ചാൽ മാത്രം കിട്ടുന്ന സ്വപ്നവുമല്ല. മാനിഫെസ്റ്റേഷൻ ഒരു പ്രോസസ്സാണ്. നിങ്ങളുടെ മനസ്സ്, വിശ്വാസം, പ്രവൃത്തി, സഹനം എല്ലാം ചേർന്ന ഒരു ശാസ്ത്രമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരാൾക്ക് എല്ലാം എളുപ്പത്തിൽ ലഭിക്കുന്നു, മറ്റൊരാൾ അതേ ശ്രമം ചെയ്തിട്ടും പരാജയപ്പെടുന്നു. ഇത് ഭാഗ്യം മാത്രമാണോ? അല്ല, ഇത് പാറ്റേണാണ്. നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ചു നടക്കുന്ന കാര്യങ്ങൾ പാറ്റേൺസാണ്. വീണ്ടും വീണ്ടും സംഭവിക്കുന്ന വേദന, വീണ്ടും വീണ്ടും വരുന്ന നഷ്ടം, വീണ്ടും വീണ്ടും തകരുന്ന ബന്ധങ്ങൾ, ഇതെല്ലാം യാദൃച്ഛികമല്ല. നിങ്ങൾ ചിന്തിക്കുന്നതല്ല നിങ്ങളുടെ ജീവിതം. നിങ്ങൾ വിശ്വസിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതം. നിങ്ങൾ ഉള്ളിൽ ഉറപ്പായി കരുതുന്നതാണ് പുറത്തേക്ക് പ്രതിഫലിക്കുന്നത്. ഇതാണ് മാനിഫെസ്റ്റേഷന്റെ ആദ്യ സത്യം. പലരും പറയുന്നു, ഞാൻ പോസിറ്റീവാണല്ലോ, എങ്കിലും ഒന്നും നടക്കുന്നില്ല. പക്ഷേ സത്യം പറയട്ടെ, പോസിറ്റീവ് വേർഡ്സ് പറയുന്നത് പോസിറ്റീവ് ബിലീഫല്ല. ഉള്ളിൽ ഇപ്പോഴും ഭയമുണ്ടെങ്കിൽ, സംശയമുണ്ടെങ്കിൽ, എനിക്ക് പറ്റില്ല എന്ന ശബ്ദം ഉള്ളിലുണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻ തടയപ്പെടും. നിങ്ങളുടെ മനസ്സൊരു റേഡിയോ പോലെയാണ്. നിങ്ങൾ ട്യൂൺ ചെയ്യുന്ന ഫ്രീക്വൻസിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഫിയർ ഫ്രീക്വൻസിയാണെങ്കിൽ ഫിയർ അനുഭവങ്ങൾ, ലാക്ക് ഫ്രീക്വൻസിയാണെങ്കിൽ ലാക്ക്, അബണ്ടൻസ് ഫ്രീക്വൻസിയാണെങ്കിൽ അബണ്ടൻസ്. നിങ്ങൾ പലതവണ പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് പണമില്ല, എനിക്ക് ഭാഗ്യമില്ല, എനിക്കെപ്പോഴും ഇതാണ് സംഭവിക്കുന്നത്. ഇത് നിങ്ങൾ തന്നെ പറയുന്ന അഫർമേഷൻസാണ്. നിങ്ങളുടെ ജീവിതം അത് അക്സെപ്റ്റ് ചെയ്യുന്നു. മാനിഫെസ്റ്റേഷൻ എന്നത് ചോദിക്കുന്നതല്ല. മാനിഫെസ്റ്റേഷൻ എന്നത് ബിക്കമിംഗ് ആണ്. നിങ്ങൾ ആ വ്യക്തിയായി മാറണം. അപ്പോൾ അവസരങ്ങൾ നിങ്ങളെ തേടിവരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരാൾ അവസരങ്ങൾ എല്ലായിടത്തും കാണുന്നു, മറ്റൊരാൾക്ക് അവസരങ്ങൾ കാണാനാവില്ല. വ്യത്യാസം കണ്ണിലല്ല, വ്യത്യാസം മൈൻഡ് സെറ്റിലാണ്. മാനിഫെസ്റ്റേഷൻ നടക്കുന്നത് എവിടെയാണ് തടയപ്പെടുന്നത്? ആദ്യത് ഇംപേഷ്യൻസ്. നിങ്ങൾ ഉടൻ ഫലം പ്രതീക്ഷിക്കുന്നു. യൂണിവേഴ്സ് ടൈമിംഗ് പാലിക്കുന്നു, നിങ്ങൾ ടൈമിംഗ് തകർക്കാൻ ശ്രമിക്കുന്നു. രണ്ടാമത് ഡൗട്ട്. ഒരു ദിവസമെങ്കിലും സംശയം വന്നാൽ നിങ്ങൾ അയച്ച സിഗ്നൽ ചേഞ്ച് ആകുന്നു. മൂന്നാമത് ആക്ഷൻ ഇല്ലായ്മ. മാനിഫെസ്റ്റേഷൻ ആക്ഷനെ എതിരല്ല, മാനിഫെസ്റ്റേഷൻ ആക്ഷനെ ഗൈഡ് ചെയ്യുന്നു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. എല്ലാ വിജയികളുടെയും ജീവിതത്തിൽ ഒരു കോമൺ പാറ്റേൺ ഉണ്ട്. അവരാദ്യം ഉള്ളിൽ മാറി, പിന്നെ പുറത്തുള്ള ലോകം മാറി. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ജീവിതം മുൻപ് നിങ്ങൾ ചിന്തിച്ച കാര്യങ്ങളുടെ ഫലമാണ്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നാളെ നിങ്ങൾ അനുഭവിക്കുന്ന ജീവിതമാകും. ഇതാണ് സത്യം. ഇതാണല്ലോ. മാനിഫെസ്റ്റേഷൻ നടക്കുമോ? അതെ, നടക്കും. പക്ഷേ നിങ്ങൾ പറയുന്ന രീതിയിലല്ല. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് കിടന്നുറങ്ങിയാലല്ല. നിങ്ങൾ ഉള്ളിൽ മാറുമ്പോഴാണ്. നിങ്ങളൊരു വിക്ടിമാണെന്ന് കരുതുന്ന ദിവസം മുതൽ മാനിഫെസ്റ്റേഷൻ നിർത്തപ്പെടും. നിങ്ങൾ റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ദിവസം മാനിഫെസ്റ്റേഷൻ തുടങ്ങും. ജീവിതം നിങ്ങളോട് ചോദിക്കുന്നു, നീ എന്തു വിശ്വസിക്കുന്നു? നിങ്ങൾ പറയുന്നില്ല, നിങ്ങൾ ജീവിച്ചു കാണിക്കുന്നു. നിങ്ങളുടെ ഹാബിറ്റ്സാണ് നിങ്ങളുടെ പ്രേയേഴ്സ്. നിങ്ങളുടെ ഡിസിപ്ലിനാണ് നിങ്ങളുടെ അഫർമേഷൻ. നിങ്ങളുടെ കൺസിസ്റ്റൻസിയാണ് നിങ്ങളുടെ വിഷ്വലൈസേഷൻ. ഒരു ദിവസമല്ല, ഒരാഴ്ചയല്ല, ഒരു മാസമല്ല, തുടർച്ച. മാനിഫെസ്റ്റേഷൻ സ്ലോ ആയി തോന്നാം, പക്ഷേ അത് സൈലന്റായി ബിൽഡാകുന്നു. ഒരു ദിവസം എല്ലാം കണക്റ്റാകും. അന്ന് നിങ്ങൾ പറയും, ഇതെല്ലാം മുൻപേ തുടങ്ങിയതായിരുന്നു. ഇതിനെ തന്നെയാണ് പാറ്റേൺ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ പിന്നോട്ട് നോക്കുമ്പോൾ എല്ലാം ക്ലിയറാകും. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഈ വാക്കുകൾ നാളെ ഒരു തീരുമാനമായി മാറും. ആ തീരുമാനം നിങ്ങളുടെ ഹാബിറ്റ്സ് മാറ്റും. ഹാബിറ്റ്സ് നിങ്ങളുടെ ഡെസ്റ്റിനി മാറ്റും. മാനിഫെസ്റ്റേഷൻ ഒരു സീക്രട്ടല്ല, ഇതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലാണ് എന്ന് അംഗീകരിക്കുന്ന ധൈര്യം. നിങ്ങൾ തയ്യാറാണെങ്കിൽ യൂണിവേഴ്സ് തയ്യാറാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന നിമിഷം മുതൽ സഹായങ്ങൾ വരും, സയൻസ് കാണും, അവസരങ്ങൾ പ്രത്യക്ഷപ്പെടും. ഇത് മാജിക് പോലെ തോന്നാം, പക്ഷേ ഇത് സയൻസാണ്. മൈൻഡ് സയൻസ്, ബിഹേവിയർ സയൻസ്, ലൈഫ് സയൻസ്. ഇന്നിവിടെ നിൽക്കുന്ന നിങ്ങൾ നാളെ ഒരു കംപ്ലീറ്റ്ലി ഡിഫറന്റ് വ്യക്തിയാകാം. ഒരേ ഒരു മാറ്റം മാത്രം, നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസം. മാനിഫെസ്റ്റേഷൻ നടക്കുമോ? ഇപ്പോൾ നിങ്ങൾക്ക് ഉത്തരമറിയാം. നടക്കും, നിങ്ങൾ മാറിയാൽ മാത്രം. ഇന്നു മുതൽ ഒരു പുതിയ പാറ്റേൺ തുടങ്ങൂ. ഒറ്റ ചിന്ത, ഒറ്റ തീരുമാനം, ഒറ്റ ആക്ഷൻ. ഇതാണ് തുടക്കം. ഇതാണ് സത്യം. ഇതാണ് മാനിഫെസ്റ്റ്. ഇപ്പോൾ ഒരു ചോദ്യം.
നിങ്ങളുടെ ജീവിതത്തിൽ ഒരേ തരത്തിലുള്ള ആളുകൾ വരാറുണ്ടോ? ഒരേ തരത്തിലുള്ള പ്രശ്നങ്ങൾ ആവർത്തിക്കാറുണ്ടോ? ഒരേ തരത്തിലുള്ള തടസ്സങ്ങൾ വഴിയടയ്ക്കാറുണ്ടോ? ഇത് യാദൃശ്ചികമല്ല. ഇത് എനർജി റിപ്പീറ്റാണ്. നിങ്ങൾ ചേഞ്ച് ചെയ്യാത്ത ലെസൺ ലൈഫ് വീണ്ടും വീണ്ടും പഠിപ്പിക്കും. പലർക്കും മാനിഫെസ്റ്റേഷൻ നടക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവർ ഔട്ട്കം മാറ്റാൻ ശ്രമിക്കുന്നു, പക്ഷേ ഐഡന്റിറ്റി മാറ്റുന്നില്ല. നിങ്ങൾ ഉള്ളിൽ ഇപ്പോഴും പഴയ ആളാണ്. പുറക്കു മാത്രം പുതിയ ജീവിതം വേണമെന്ന് പറയുന്നു. യൂണിവേഴ്സ് കൺഫ്യൂസ് ആവുന്നു. മാനിഫെസ്റ്റേഷൻ ക്ലാരിറ്റി ആവശ്യപ്പെടുന്നു. നീ ആരാണ്? നീ എന്താണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്? നീ എന്താണ് ടോളറേറ്റ് ചെയ്യുന്നത്? നിങ്ങൾ ടോളറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ റിയാലിറ്റി. നിങ്ങൾ ഡിസ്റെസ്പെക്റ്റ് ടോളറേറ്റ് ചെയ്താൽ ഡിസ്റെസ്പെക്റ്റ് മാനിഫെസ്റ്റ് ചെയ്യും. നിങ്ങൾ ലാക്ക് ടോളറേറ്റ് ചെയ്താൽ ലാക്ക് കണ്ടിന്യൂ ചെയ്യും. ഇത് ഹാർഷ് ട്രൂത്താണ്, പക്ഷേ ലിബറേറ്റിംഗ് ട്രൂത്ത് കൂടിയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കൂ. നിങ്ങൾ ഫിയർ ഉള്ളിൽ പിടിച്ചു നിൽക്കുമ്പോൾ യൂണിവേഴ്സ് പ്രൊട്ടക്ഷൻ മോഡിൽ പോകും. ഓപ്പർച്യൂണിറ്റീസ് കുറയും. റിസ്ക് വരില്ല. ഗ്രോത്ത് സ്ലോ ആകും. ഇപ്പോൾ ഒന്ന് നിൽക്കൂ. ഇത്രയും നേരം നിങ്ങൾ കേട്ടത് വാക്കുകൾ മാത്രമായിരുന്നില്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു തിരിച്ചുനോട്ടമായിരുന്നു. നിങ്ങൾ മറക്കാൻ ശ്രമിച്ച അവസ്ഥകൾ, നിങ്ങൾ മൗനത്തിൽ സഹിച്ച വേദനകൾ, നിങ്ങൾ ചോദിക്കാതെ എടുത്ത ബാധ്യതകൾ, ഇവയെല്ലാം ഇവിടെ വരെ നിങ്ങളെ കൊണ്ടുവന്നതാണ്. നിങ്ങൾ കരഞ്ഞ രാത്രികൾ ആരും കണ്ടില്ല. നിങ്ങൾ സഹിച്ച അപമാനങ്ങൾ ആരും അറിഞ്ഞില്ല. നിങ്ങൾ ഉള്ളിൽ തകർന്ന ദിവസങ്ങളിൽ നിങ്ങൾ തന്നെയായിരുന്നു നിങ്ങളുടെ താങ്ങ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്നും ഇവിടെ നിലകൊള്ളുന്നത്. നിങ്ങൾ ദുർബലനായതുകൊണ്ടല്ല ജീവിതം കഠിനമായത്. നിങ്ങൾ ശക്തനായതുകൊണ്ടാണ് ജീവിതം നിങ്ങളെ പരീക്ഷിച്ചത്. ഓർമ്മയുണ്ടോ? ഒരു സമയം നിങ്ങൾക്ക് തോന്നിയിരുന്നു, ഇനി ഒന്നും ശരിയാകില്ല എന്ന്. പക്ഷേ നോക്കൂ, നിങ്ങൾ ഇന്നും ശ്വാസമെടുക്കുന്നു. ഇന്നും പ്രതീക്ഷ തേടുന്നു. ഇന്നും മാറാൻ തയ്യാറാണ്. ഇതുതന്നെയാണ് തെളിവ്. ആഗ്രഹസാഫല്യം നിങ്ങൾക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ഒന്നല്ല. നിങ്ങളുടെ ഉള്ളിൽ ഇത്രയും കാലം ഉറങ്ങിക്കിടന്നിരുന്ന ഒരു ശക്തിയാണ്. നിങ്ങൾ തന്നെ നിങ്ങളോട് വിശ്വസിക്കാതിരുന്ന ആ ശക്തി. നിങ്ങൾ കാത്തിരുന്ന സൂചന ഇതായിരുന്നു. ഈ വാക്കുകൾ, ഈ നിമിഷം. ഇനി നിങ്ങൾക്ക് പഴയ പോലെ ജീവിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് സത്യം കേൾക്കാൻ കഴിഞ്ഞു. ഇനിയൊരു തീരുമാനമെടുക്കൂ, നിശബ്ദമായി, ആർക്കും പറയാതെ. ഇനി ഞാൻ എന്റെ മൂല്യം കുറച്ചു കാണില്ല. ഇനി ഞാൻ ഭയത്തെ എന്റെ തീരുമാനങ്ങൾ എടുക്കാൻ അനുവദിക്കില്ല. ഇനി ഞാൻ സഹിക്കുന്ന വേദനയെ എന്റെ വിധി എന്ന് കരുതില്ല. ഈ തീരുമാനമാണ് ആഗ്രഹസാഫല്യത്തിന്റെ യഥാർത്ഥ തുടക്കം. സൃഷ്ടിശക്തി വേഗത്തിൽ പ്രതികരിക്കണമെന്നില്ല. പക്ഷേ വളരെ കൃത്യമായി പ്രതികരിക്കും. ആദ്യം നിങ്ങൾ ശാന്തനാകും. അടുത്തത് നിങ്ങൾ വ്യക്തത നേടും. അവസാനം നിങ്ങളെ തടയാൻ ആർക്കും കഴിയില്ല. ശ്രദ്ധിച്ചാൽ കാണാം, ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിശബ്ദമായി മാറിപ്പോകും. ചില അവസരങ്ങൾ അപ്രതീക്ഷിതമായി തുറക്കും. ഇത് നഷ്ടമല്ല, ഇത് ശരിയായ ഒത്തുചേരലാണ്. ഇനി നിങ്ങൾ പിന്തുടരില്ല, യാചിക്കില്ല, സ്വയം തെളിയിക്കാൻ ശ്രമിക്കില്ല. നിങ്ങൾ ഉറച്ചു നിൽക്കുന്നതുകൊണ്ടുതന്നെ ജീവിതം മാറിത്തുടങ്ങും. ഒരു ദിവസം നിങ്ങൾ പിന്നോട്ടു നോക്കും, പറയും, അന്നു ഞാൻ മാറാൻ തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നു ഞാനിവിടെ ഉണ്ടാകില്ലായിരുന്നു. അന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്, ആഗ്രഹസാഫല്യം ഒരാഗ്രഹമല്ലെന്ന്, ഒരു ഉണർവാണെന്ന്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഈ വീഡിയോയുടെ അവസാനമായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിന്റെ പുതിയ അധ്യായത്തിന്റെ ആരംഭമാണ്. നിങ്ങൾ തയ്യാറാണെങ്കിൽ സൃഷ്ടിശക്തി ഇതിനകം തന്നെ തയ്യാറാണ്. ഇനി ഒരൊറ്റ കാര്യം മാത്രം ചെയ്യൂ. നിങ്ങൾ വിശ്വസിക്കുന്ന ആ വ്യക്തിയായി ഇന്നു തന്നെ ഒരൊറ്റ ചെറിയ നടപടിയെടുക്കൂ. അതോടെ ആഗ്രഹസാഫല്യം ഇപ്പോൾ തുടങ്ങും. ഒരു സമയം നിങ്ങൾക്ക് തോന്നിയിരുന്നു, ഇനി ഒന്നും ശരിയാകില്ല എന്ന്. പക്ഷേ നോക്കൂ, നിങ്ങൾ ഇന്നും ശ്വാസമെടുക്കുന്നു. ഇന്നും പ്രതീക്ഷ തേടുന്നു. ഇന്നും മാറാൻ തയ്യാറാണ്. ഇതുതന്നെയാണ് തെളിവ്. ആഗ്രഹസാഫല്യം നിങ്ങൾക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ഒന്നല്ല. നിങ്ങളുടെ ഉള്ളിൽ ഇത്രയും കാലം ഉറങ്ങിക്കിടന്നിരുന്ന ഒരു ശക്തിയാണ്. നിങ്ങൾ തന്നെ നിങ്ങളോട് വിശ്വസിക്കാതിരുന്ന ആ ശക്തി. നിങ്ങൾ കാത്തിരുന്ന സൂചന ഇതായിരുന്നു. ഈ വാക്കുകൾ, ഈ നിമിഷം. ഇനി നിങ്ങൾക്ക് പഴയ പോലെ ജീവിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് സത്യം കേൾക്കാൻ കഴിഞ്ഞു. ഇനിയൊരു തീരുമാനമെടുക്കൂ, നിശബ്ദമായി, ആർക്കും പറയാതെ. ഇനി ഞാൻ എന്റെ മൂല്യം കുറച്ചു കാണില്ല. ഇനി ഞാൻ ഭയത്തെ
എന്റെ തീരുമാനങ്ങൾ എടുക്കാൻ അനുവദിക്കില്ല. ഇനി ഞാൻ സഹിക്കുന്ന വേദനയെ എന്റെ വിധി എന്ന് കരുതില്ല. ഈ തീരുമാനമാണ് ആഗ്രഹസാഫല്യത്തിന്റെ യഥാർത്ഥ തുടക്കം. സൃഷ്ടിശക്തി വേഗത്തിൽ പ്രതികരിക്കണമെന്നില്ല, പക്ഷേ വളരെ കൃത്യമായി പ്രതികരിക്കും. ആദ്യം നിങ്ങൾ ശാന്തനാകും, അടുത്തത് നിങ്ങൾ വ്യക്തത നേടും, അവസാനം നിങ്ങളെ തടയാൻ ആർക്കും കഴിയില്ല. ശ്രദ്ധിച്ചാൽ കാണാം, ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിശബ്ദമായി മാറിപ്പോകും. ചില അവസരങ്ങൾ അപ്രതീക്ഷിതമായി തുറക്കും. ഇത് നഷ്ടമല്ല, ഇത് ശരിയായ ഒത്തുചേരലാണ്. ഇനി നിങ്ങൾ പിന്തുടരില്ല, യാചിക്കില്ല, സ്വയം തെളിയിക്കാൻ ശ്രമിക്കില്ല. നിങ്ങൾ ഉറച്ചു നിൽക്കുന്നതുകൊണ്ടുതന്നെ ജീവിതം മാറിത്തുടങ്ങും. ഒരു ദിവസം നിങ്ങൾ പിന്നോട്ടു നോക്കും, പറയും, അന്നു ഞാൻ മാറാൻ തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നു ഞാനിവിടെ ഉണ്ടാകില്ലായിരുന്നു. അന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്, ആഗ്രഹസാഫല്യം ഒരാഗ്രഹമല്ലെന്ന്, ഒരു ഉണർവാണെന്ന്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഈ വീഡിയോയുടെ അവസാനമായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിന്റെ പുതിയ അധ്യായത്തിന്റെ ആരംഭമാണ്. നിങ്ങൾ തയ്യാറാണെങ്കിൽ സൃഷ്ടിശക്തി ഇതിനകം തന്നെ തയ്യാറാണ്. ഇനി ഒരൊറ്റ കാര്യം മാത്രം ചെയ്യൂ. നിങ്ങൾ വിശ്വസിക്കുന്ന ആ വ്യക്തിയായി ഇന്നു തന്നെ ഒരൊറ്റ ചെറിയ നടപടിയെടുക്കൂ. അതോടെ ആഗ്രഹസാഫല്യം ഇപ്പോൾ തുടങ്ങും.